മണിക്കൂറുകൾക്ക് ശേഷം ഇരുവരും സ്വിറ്റ്സർലാൻഡിലെത്തി. സ്വിറ്റ്സർലാൻഡിൻ്റെ ക്യാപിറ്റലായ ബേണിലായിരുന്നു അവർ താമസം സെറ്റ് ചെയ്തിരുന്നത്. ഒരാഴ്ച അവർ അവരുടേതായ ലോകത്ത് സ്വിറ്റ്സർലാൻഡിലൂടെ പ്രണയിച്ച് നടന്നു. ഐറയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ ഷാസ് അവളെ കൊണ്ടുപോയി. അവരാ 7 ദിവസം മാക്സിമം എൻജോയ് ചെയ്തു. എന്നാൽ ഇങ്ങേ തലക്കൽ ഷാസിനെ കാണാതെ, അവനെക്കുറിച്ചൊരു വിവരവും ലഭിക്കാതെ ടെൻഷനടിക്കുകയാണ് ഷാസിൻ്റെ വീട്ടുകാരും ഫ്രണ്ട്സും. അതേപോലെ ഐറയെ കാണാതെ ഐറയുടെ ഫ്രണ്ട്സും ടെൻഷനിലാണ്. ഷാസ് ഐറയെ തിരഞ്ഞു പോയ അന്ന് രാത്രിയാണ് ഇന്ന് തൻ്റെ ഐറയുടെ ബർത്ത്ഡേ ആണെന്ന കാര്യം റിനു ഓർത്തത്. ചുമ്മാതല്ല അന്നവൾ സൺഡേ ഷാസിക്കാനെ പ്രപ്പോസ് ചെയ്യാമെന്നവൾ പറഞ്ഞത്. എങ്ങനെ പറഞ്ഞാലും ഷാസിക്ക് അവളെ വല്ലാതെ വേദനിപ്പിച്ചു. അത് റിനുവിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവരിരുവരെയും കാണുന്നില്ല. എവിടെയായിരിക്കും അവർ? ഷാസിക്ക് ഐറനെ കണ്ടുപിടിച്ച് കാണുമോ? ഐറ അവളുടെ വീട്ടിലേക്ക് ചെന്നിട്ടില്ല എന്ന് ഉമ്മച്ചി പറഞ്ഞു. അപ്പോൾ ഐറ എങ്ങോട്ട് പോയി കാണും? ഇനി അവളുടെ ഉമ്മാടെ വീട്ടിൽ പോയി കാണുമോ? റിനു എല്ലാം കൂടെ ചിന്തിച്ചു ആകെ ടെൻഷനിലാണ്. അതേ അവസ്ഥയിലാണ് അൻവറും. ഐറ എവിടെ? ഒരു സൈഡിൽ അവളെ കാണുന്നില്ല, മറു സൈഡിൽ അവളെ അന്വേഷിച്ച് പോയ ഷാസിനെ കാണുന്നില്ല. എവിടെ പോയി ഇതിറ്റിങ്ങളെ അന്വേഷിക്കണം? ഇരുവരും ഒരുമിച്ചായിരിക്കുമോ? ഐറ ഒരു പക്ഷേ അവളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ ഇറങ്ങി തിരിച്ചുവോ? അപ്പോൾ ഷാസിൻ്റെ റൂമിലെ ബോക്സ് അത് അവൾക്ക് കിട്ടിക്കാണുമോ? ഒന്നും തന്നെ അയാൾക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ ഇതൊന്നും അറിയാതെ ഐറയും ഷാസും അവിടെ ഹാപ്പി. ഇരുവരും മൊബൈൽ ഫോണൊക്കെ മാറ്റിവെച്ചതാണ്. ഐറയുടെ ഫോണിലേക്ക് പലരുടെയും ബർത്ത്ഡേ വിഷസ് വന്നു കിടക്കുന്നുണ്ട്. അതൊരാഴ്ച കഴിഞ്ഞിട്ട് പോലും ഐറ തുറന്നു നോക്കിയിട്ടില്ല. ജീവിതം എന്ന പുസ്തകത്തിലേക്ക് ഓർത്തു വെക്കാൻ ഒരു പിടി നല്ല നിമിഷങ്ങൾ അവർ ഉണ്ടാക്കിയെടുത്തു. ഈ ഒരാഴ്ചയിലെ ഓരോ സുന്ദര നിമിഷങ്ങളും ഹൃത്തിൽ സൂക്ഷിച്ചവർ സ്വിറ്റ്സർലാൻഡിനോട് യാത്ര പറഞ്ഞവരുടെ നാട്ടിലേക്ക് തിരിച്ചു. നാട്ടിലേക്ക് തിരിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ഷാസിൻ്റെ കയ്യിൽ നിന്ന ബോക്സ് വാങ്ങി തൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ കാര്യം ചെയ്തു തീർക്കണം എന്ന ലക്ഷ്യമായിരുന്നു ഐറയുടെ മനസ്സിലുണ്ടായിരുന്നത്. ഷാസും ഐറയും നേരെ ചെന്നത് അൻവറിനെ കാണാനായിരുന്നു. അവിടെ ഉണ്ടായിരുന്നൊരു പോലീസ് വന്നു ഇരുവരെയും നോക്കി. എന്താ? ഞങ്ങൾക്ക് DGP ഒന്ന് കാണണം, അർജൻറ്റായിരുന്നു. സാറിനെ കാണുന്നതൊക്കെ കൊള്ളാം, വല്ല കൊനിഷ്ഠ കേസുമായിട്ടാണ് പോണത് എന്ന് വെച്ചാൽ മുട്ടൻ തെറി കേൾക്കാം. സാർ ഈയിടെയായിട്ട് വൻ കലിപ്പാണ്. അദ്ദേഹം പറഞ്ഞതിന് ഒന്ന് ഇളിച്ചു കാട്ടിയിട്ട് ഷാസ് അൻവറിൻ്റെ റൂമിലേക്ക് കയറി. നോക്ക് ചെയ്യാതാണോടാ? ആരോ തൻ്റെ റൂമിൽ കയറി വന്നിട്ടുണ്ട് എന്നറിയേ അൻവർ ദേഷ്യത്തോടെ തലയുയർത്തി നോക്കിയതും പറഞ്ഞുകൊണ്ടിരുന്ന ഡയലോഗ് പാതി വഴിയിൽ മുറിഞ്ഞുപോയി. അൻവർ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഓടിച്ചെന്ന് ഷാസിനെ കെട്ടിപ്പിടിച്ചു. എവിടെ ആയിരുന്നടാ നീ? നിന്നെ കാണാതെ എല്ലാവരും എത്രമാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ? ഈ കേസ് അന്വേഷിച്ചിട്ട് പോലീസുകാർക്ക് നിന്നെ കിട്ടാഞ്ഞിട്ട് ഇപ്പോൾ ആസയെ ഈ കേസ് ഏൽപ്പിച്ചിട്ടേ ഉള്ളൂ നിഷു. അൻവർ പറഞ്ഞത് കേൾക്കെ ശ്വാസം നിളിച്ചു. ഞാനന്ന് സ്വിറ്റ്സർലാൻഡ് വരെ പോയതാ. എന്തിന്? ഞങ്ങളെ BP കൂട്ടിയിട്ട് വേണോടാ നിനക്ക് തെണ്ടി നടക്കാൻ? നീ വല്ലാണ്ട് താന്തോന്നിയാവുന്നുണ്ട്. അൻവർ കരിപ്പിട്ടതും ഷാസ് അവരെ നോക്കിയൊന്ന് നിളിച്ചു. നിന്നോട് ഞാൻ ഐറനെ കൂട്ടി വീട്ടിലേക്ക് വരാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ നീ സ്വിറ്റ്സർലാൻഡിൽ പോയത്? അൻവർ ഷാസിനെ നോക്കി പുരുകമുയർത്തി. അതാപ്പാ സോന പണ്ട് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവൾക്ക് 18 വയസ്സാവുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സ്വിറ്റ്സർലാൻഡിൽ പോയിട്ട് വേണം ഞങ്ങളുടെ ജീവിതം തുടങ്ങാനെന്ന്. അതിനുവേണ്ടി പോയതാ. പക്ഷേ സോന ഇന്ന്... അൻവർ ഒന്ന് നിർത്തി ഷാസിൻ്റെ മുഖത്തേക്ക് നോക്കി. ജീവനോടെ ഇല്ലാന്നല്ലേ? ആ ജീവനോടെ ഇല്ലാത്ത സോനയെയും കൊണ്ടാണ് ഞാൻ സ്വിറ്റ്സർലാൻഡിൽ പോയത്. മാത്രമല്ല അവളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സോന! അൻവറിനോട് അത്രയും പറഞ്ഞ അവൻ സോനയെ വിളിച്ചതും ഐറ അവിടേക്ക് കയറി വന്നു. അവളെ കാണെ അൻവർ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. നിന്നെയും ഇവനെയും കാണാഞ്ഞിട്ട് ആസയെ കേസ് ഏൽപ്പിച്ചതാ ഞങ്ങൾ. എന്നിട്ടോ രണ്ടും കൂടി സ്വിറ്റ്സർലാൻഡിൽ തെണ്ടി നടക്കായിരുന്നു എന്ന്. അൻവർ ഇരുവരെയും നോക്കി പല്ല് കടിച്ചു. അത് പിന്നെ എൻ്റെ സംസാരത്തിൽ വന്ന് ചെറിയൊരു പാളിച്ച മൂലം ഇങ്ങടെ പുന്നാര ഷാസ് ഞാനാണ് സോന എന്നത് മനസ്സിലാക്കി. ആൻഡ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് തന്നെ മനസ്സിലാക്കിയത് കൊണ്ട് ഞങ്ങൾ ഇരുവരും പണ്ട് പ്ലാൻ ചെയ്ത പോലെ സ്വിറ്റ്സർലാൻഡിലേക്ക് അങ്ങ് പറന്നു. ഐറ അൻവറിനെ നോക്കി ഇളിച്ചോണ്ട് പറഞ്ഞതും അങ്ങേരൊന്ന് അമർത്തി മൂളി. അല്ല, നിന്റെ പേരൻസ് പറഞ്ഞ കാര്യം നിനക്ക് ചെയ്യണ്ടേ? അല്ലേ അവരുടെ വാക്കിന് വില വെക്കാതെ നീ ഇവൻ്റെ ഒപ്പം ജീവിതം അങ്ങ് ആസ്വദിച്ച് നടക്കാൻ പോവാണോ? അതൊന്നല്ല, ഞാൻ ഇവളും കൂടി ഒരുമിച്ച് ചെയ്തു തീർക്കും.
ഒപ്പം ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾ എൻജോയ് ചെയ്യുകയും ചെയ്യും. അതാണ് ഞങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി സോനാണിതെന്ന് അറിയാവുന്നത് കൊണ്ടാണ് നിങ്ങളോട് ഞങ്ങൾ ലൈഫ് തുടങ്ങിയത് പറഞ്ഞത്. അതിനി പാട്ടാക്കണ്ട. മമ്മയോടും പപ്പയോടും ഒക്കെ ടൈം ആകുമ്പോൾ ഞാൻ പറഞ്ഞോളും. ഓക്കെ? എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോവാണ് അല്ലേ? യാ, നിങ്ങളല്ലേ ഞങ്ങളുടെ മാരേജ് പണ്ട് നടത്തി തന്നത്. ഇപ്പോൾ എന്തായാലും മാരേജ് സർട്ടിഫിക്കറ്റൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട്. എല്ലാം ശരിയാക്കണം. പിന്നെ വീട്ടിലെല്ലാവരും കാണേ ഞങ്ങൾ ഫ്രണ്ട്സായിട്ടായിരിക്കും നിൽക്കുക. ഒന്നും കുളം തോണ്ടരുത് കേട്ടോ. ഏയ്, ഞാനായിട്ടൊന്നും കുളവാക്കില്ല. നിങ്ങളായിട്ട് കുളവാക്കാതിരുന്നാൽ മതി. ഓക്കെ ഡൺ. എന്തായാലും ഞാനൊന്ന് വീട്ടിലേക്ക് ചെന്ന് നോക്കട്ടെ അവിടുത്തെ അവസ്ഥ എന്താന്ന്. നിന്റെ മമ്മ നിന്നെ കൊന്നില്ലേ? നമുക്ക് വീണ്ടും കാണാം. അത്രയ്ക്ക് ടെൻഷൻ അടിച്ചിട്ടുണ്ടാ പാവം. അല്ല, രണ്ടും കൂടി ഒരുമിച്ച് ആ വീട്ടിലേക്ക് കയറി ചെല്ലാനാണോ പ്ലാന്? വാവ്. അങ്ങനെയാണെങ്കിൽ ഫാത്തിമ നിങ്ങളെ ചോദ്യം ചെയ്ത് ഇന്ന് തന്നെ എല്ലാ സത്യങ്ങളും തുറന്ന് പറയിപ്പിക്കും. അതിന് ഞാനും നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല. 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇത് നേരെ ഹോസ്റ്റലിലേക്കാണ് പോകുന്നത്. വാർഡനെ വിളിച്ച് ഞാൻ സംസാരിച്ചതാ. ഐറ അൻവറിനെ നോക്കി പുഞ്ചിരിച്ചു. ഓക്കെ, ഇനിയിപ്പോൾ നിന്റെ കാര്യം ഓർത്ത് ഞാൻ ടെൻഷൻ അടിക്കണ്ടല്ലോ. സുരക്ഷിതമായ കയ്യിലേക്ക് ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇനി ഐറനെക്കുറിച്ച് ഞാൻ നിന്നോടാണ് ചോദിക്കുക. അവളൊരു കാരണവശാലും നീ വേദനിപ്പിക്കരുത് ഷാസ്. ഐറയുടെ കൈ ഷാസിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്ത് അൻവർ പറഞ്ഞതും ഷാസ് അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. സോന ഈ ആദമിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കും. ഷാസ് ഐറയുടെ കൈ മുറുകെ പിടിച്ച് പറഞ്ഞത് കേൾക്കെ ഐറയുടെയും അൻവറിൻ്റെയും ചുണ്ടുകൾ പുഞ്ചിരി തൂകി. എന്നാ രണ്ടുപേരും ചെല്ല്. അൻവറിനോട് യാത്ര പറഞ്ഞവർ ഇരുവരും അവിടുന്ന് രണ്ടായി തിരിഞ്ഞു. ഐറ ഹോസ്റ്റലിലേക്കും ഷാസ് അവൻ്റെ വീട്ടിലേക്കും യാത്രയായി. ഇത്രയും ദിവസം തന്നെ അറിയുന്ന ഒരാൾ ആയിരുന്നു മുബാറക് മഹലിലുണ്ടായിരുന്നത്. അത് അൻവർ അങ്കിളായിരുന്നു. ഇനി അങ്ങോട്ട് ആദമുമുണ്ട് തനിക്കൊപ്പം. ഐറയൊന്ന് പുഞ്ചിരിച്ചു. ചിന്നുവിൻ്റെ പിറന്നാൾ ദിവസം ആ വീട്ടിലേക്ക് ചെന്നതിന് രാത്രി അൻവർ അങ്കിൾ വിളിച്ചതും എൻ്റെ പ്ലാൻ നടക്കില്ലെന്നും ഷാസിൻ്റെ റൂമിൽ കയറുക റിസ്ക് ആണെന്നുമെല്ലാം പറഞ്ഞു തന്നെ പേടിപ്പിച്ച് വിട്ടതെല്ലാം ഓർത്ത് അവൾക്ക് ചിരി വന്നു. ആകെയുള്ളൊരു സമാധാനം ആ വീട്ടിൽ എനിക്ക് സപ്പോർട്ടായി തണലായി അൻവർ അങ്കിൾ ഉണ്ട് എന്നതായിരുന്നു. എന്നാൽ ഇന്ന് മുതൽ അൻവർ അങ്കിളും എൻ്റെ ജീവൻ്റെ പാതിയും ഉണ്ടാവും എനിക്കൊപ്പം. വീട്ടിലേക്ക് കയറി വന്ന ഷാസിനെ കാണെ ഹാളിൽ സോഫയിൽ ഇരിക്കുകയായിരുന്ന ഫാത്തിമയും റസിയയും ചാടി എഴുന്നേറ്റു. ഷാസ്! ഇരുവരും ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചതും അവനൊന്ന് ഞെട്ടി. താൻ പോകുമ്പോൾ ഒരു വാക്ക് ഇവരോട് പറയണമായിരുന്നു. ഇവർക്കൊക്കെ എത്രമാത്രം വിഷമായില്ലേ എന്നെ കാണാഞ്ഞിട്ട്. അവനൊന്ന് നിശ്വസിച്ചു. എവിടെ ആയിരുന്നടാ നീ? മേമ ചോദിച്ചത് കേൾക്കെ തന്നെ കെട്ടിപ്പിടിച്ച് കണ്ണു നിറക്കുന്ന മമ്മയിലായിരുന്നു ഷാസിൻ്റെ നോട്ടം ചെന്ന് പതിച്ചത്. സ്വിറ്റ്സർലാൻഡിൽ. ഷാസ് പറഞ്ഞത് കേൾക്കെ ഇരുവരും അവനെ നോക്കി. എന്തിനവിടെ പോയി? പോകുമ്പോൾ നിനക്കൊരു വാക്ക് ഞങ്ങളോട് പറഞ്ഞുകൂടായിരുന്നോ? നിന്നെ കാണാതെ എത്രമാത്രം വിഷമിച്ചെന്നറിയോ ഞങ്ങൾ? റസിയ പറഞ്ഞത് കേൾക്കെ ഷാസ് ഒന്ന് പുഞ്ചിരിച്ചു. ഫാത്തിമയുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. അവരുടെ കണ്ണിൽ പുഞ്ചിരിയോടെ ഷാസിലേക്ക് ചേർന്ന് നിന്ന് തൻ്റെ 18ാം പിറന്നാളിന് നമുക്ക് സ്വിറ്റ്സർലാൻഡിൽ പോണമെന്ന് കൊഞ്ചി പറഞ്ഞ് സോനയുടെ മുഖം തെളിഞ്ഞു കണ്ടു. അവരുടെ ഹൃദയം വല്ലാതെ വേദനിച്ചു. നിറമീയാൽ ഫാത്തിമ ഷാസിനെ നോക്കി. മേമ, പണ്ടെനിക്ക് 18 വയസ്സുള്ളപ്പോൾ രഹസ്യമായി എൻ്റെ കല്യാണം കഴിഞ്ഞത് ഓർക്കുന്നുണ്ടോ? എൻ്റെ ഭാര്യയ്ക്ക് ഞാനെന്നൊരു വാക്ക് കൊടുത്തിരുന്നു. അവൾ പറഞ്ഞ പോലെ അവളുടെ 18ാം പിറന്നാളിന് അവളെ ഞാൻ സ്വിറ്റ്സർലാൻഡിൽ കൊണ്ടുപോകുമെന്ന്. സോ ഞാൻ അവളുടെ ബർത്ത്ഡേക്ക് അവിടെ പോയി. പക്ഷേ അവളിന്ന് ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ലല്ലോ. ഫാത്തിമ അവൻ്റെ കണ്ണിലേക്ക് നോക്കി. ഷാസ് ഒന്നും മിണ്ടിയില്ല. ഇവരൊക്കെ അത്രമേൽ സങ്കടത്തിലാണ്. അന്ന് ഇവർക്ക് വേണ്ടിയാ സോന മരിച്ചു എന്നറിഞ്ഞപ്പോൾ തുടങ്ങിയ സങ്കടവും ഒറ്റപ്പെടലും ദേഷ്യവും റൂമിൽ ഒരേ ഇരിപ്പിരുന്നതും എല്ലാം മാറ്റി സന്തോഷത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ് എപ്പോഴും ചിരിച്ചു നടന്നത്. എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുന്നതിനാൽ പതിയെ പതിയെ സോനയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയങ്ങൾ ചുരുങ്ങി വന്നു. എന്നാൽ ഐറനെ കണ്ടത് മുതൽ റിവെഞ്ചിൻ്റെ പേരിൽ അവളെ സ്നേഹിക്കുന്നതിന് നടിച്ച് നടന്നപ്പോഴും സോന എന്നൊരാൾ എൻ്റെ മനസ്സിലില്ലായിരുന്നു. എങ്ങനെയെങ്കിലും ഐറനെ കൊണ്ട് ഇഷ്ടം പറയിപ്പിക്കണം എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അവനൊന്ന് നിശ്വസിച്ച് ഒന്നും മിണ്ടാതെ മുകളിലേക്ക് കയറിപ്പോയതും ഫാത്തിമയും റസിയയും ഒന്ന് മുഖാമുഖം നോക്കി. ഷാസിനെ ഓർക്കെ അവൻ്റെ സോനയെ ഓർക്കെ ഇരുവരുടെയും ഹൃത്ത് വല്ലാതെ വേദനിച്ചു. ഹോസ്റ്റലിലെത്തിയ ഐറ നേരെ ചെന്ന് വാർഡനെ കണ്ടു
ഒരു 2 ദിവസത്തേക്ക് തനിക്കിവിടെ താമസിക്കാൻ സൗകര്യം തരണമെന്നും അതിനുള്ള പണം തരാം എന്നൊക്കെ പറഞ്ഞതും മൂപ്പത്തി സമ്മതിച്ചു. ആദ്യം താമസിച്ച റൂമിലേക്ക് തന്നെ പോയിക്കോളാൻ പറഞ്ഞതും ഐറ നേരെ പഴയ അവരുടെ റൂമിലേക്ക് പോയി. റൂമിലേക്ക് കയറിയതും എന്തോ ഇരുന്ന് പഠിക്കുന്ന അപ്പുവിനെയും ചിപ്സ് കുറച്ചുകൊണ്ട് സീരീസ് കാണുന്ന ആനിനെയും മിസിലിനെയും ആണ് ഐറ കണ്ടത്. ഗൈസ്, ഞാൻ വീണ്ടും വന്നാച്ച്. ഐറ അവരെല്ലാം നോക്കി ചിരിച്ചോണ്ട് അകത്തേക്ക് കയറി. അടുത്തത് എപ്പോഴാ മേഡം തിരിച്ചു പോകുന്നത്? നിന്നെ കാണുമ്പോക്ക് വായി തോന്നുന്നത് വിളിച്ചു പറയാൻ ശാസിക്കയും അങ്ങേരെ എന്തോ പറഞ്ഞത് കേട്ട് അപ്പം തന്നെ കണ്ണു നിറച്ച് ഒരാഴ്ചത്തേക്ക് നാട് വിടാൻ നീയും. ആഹാ, അന്തസ്. മിസിരി കളിയാക്കി പറഞ്ഞത് കേൾക്കെ ഐറയൊന്ന് ഇളിച്ചു. ശരിക്ക് നീയാണോടി ആ സ്റ്റാറ്റ്യൂ തകർത്തത്? ആ ചർച്ച ഇതുവരെ കോളേജിൽ നിന്നിട്ടില്ല. ഇപ്പോൾ എല്ലാവർക്കും നിന്നോട് ദേഷ്യ. എല്ലാം ചെയ്തു വെച്ചിട്ട് പൈസ തന്നിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് അവരൊക്കെ പറയുന്നേ. അപ്പു പറഞ്ഞത് കേൾക്കെ ഐറ ഒന്ന് നിശ്വസിച്ചു. എനിക്ക് ഭ്രാന്തൊന്നുമില്ല. അത്രക്ക് പണം മുടക്കി ഉണ്ടാക്കിയ പ്രതിമ ഷാസിനോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് തല്ലിപ്പൊട്ടിക്കാൻ. അങ്ങനെയാണ് ഞങ്ങളും വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ ഐറക്ക് അതിന് മാത്രം ധൈര്യമൊന്നുമില്ല എന്ന്. അവരെ പറഞ്ഞതിന് ഒന്ന് ഇളിച്ചു കാട്ടിയവൾ വേഗം ഫ്രഷ് ആവാൻ പോയി. എടി ഒന്ന് വാടി, എനിക്ക് വിശക്കുന്നു. രാത്രി ഫുഡ് കഴിക്കാൻ താഴേക്ക് പോവാൻ ആൻ ഐറനെ വിളിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. ഐറാണേൽ ബർത്ത്ഡേ വിഷസിന് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുകയാണ്. നീ വരുന്നുണ്ടോടി? ഐറ ഒന്നും മിണ്ടില്ലെന്ന് കാണെ ആനിന് ദേഷ്യം വന്നു. ഓ, നിങ്ങൾ പോയി കഴിച്ചോ, എനിക്ക് വിശപ്പില്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ. അപ്പം നിനക്കൊന്നും വേണ്ടേ? ഐറ പറഞ്ഞത് കേൾക്കെ മിസ്രി അവളെ നോക്കി. വേണ്ട, നിങ്ങൾ ചെന്ന് കഴിക്ക്, ഞാനൊന്ന് കിടക്കട്ടെ. ഐറ അതും പറഞ്ഞ് അവളുടെ ബെഡിലേക്കായി കിടന്നു. അവൾക്കാകെ ഒരു ദേഷ്യം പോലെ. ഇന്ന് ശ്വാസ തൻ്റെ അടുത്തു നിന്ന് പോയതിന് ശേഷം ഇതുവരെ തനിക്കൊരു മെസ്സേജ് പോലും അയച്ചിട്ടില്ല. താനാണൽ ഇവിടെ എത്തിക്കുക എന്ന് പറയുകയും അവൻ്റെ വീട്ടുകാർ അവനെ ചീത്ത പറഞ്ഞു എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചെങ്കിലും ഷാസ് അതൊക്കെ സീൻ ചെയ്തു എന്നല്ലാതെ മറുപടി ഒന്നും തന്നിട്ടില്ല. അതോർക്കും തോറും ഐറയ്ക്ക് ദേഷ്യവും സങ്കടവും തോന്നി. അവൾ മുഖം വീർപ്പിച്ച് ബെഡിൽ കിടന്നു. ആനും മിസിരിയും അപ്പും ഫുഡ് കഴിക്കാൻ പോയതും ഐറ തിരിഞ്ഞു കിടന്നു ഫോണെടുത്ത് ഷാസും ഐറയും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ എടുത്ത് സൂം ചെയ്ത് ഷാസിനെ നോക്കി. നിനക്ക് എന്താണ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ? നീ എനിക്ക് മെസ്സേജ് അയച്ചെന്ന് വെച്ച് ഭൂമി ഇടിഞ്ഞ് താഴെ പോകത്തൊന്നുമില്ല പണ്ടാരക്കാലൻ. ഇനി ഇങ്ങോട്ട് കൊഞ്ചാൻ വരുമല്ലോ, അപ്പം പറയുന്നുണ്ട് ബാക്കി ഞാൻ. ഐറ അവൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി പല്ല് കടിച്ചു. എന്തിനാ പിന്നത്തേക്കാക്കുന്നത്? ഇപ്പം തന്നെ എൻ്റെ പെണ്ണ് പറ, ഞാൻ കേൾക്കട്ടെ. ഞാൻ കൊഞ്ചാൻ വരുമ്പോൾ എൻ്റെ പെണ്ണ് എന്തുവാ പറയുക എന്ന്. ഷാസിൻ്റെ ശബ്ദം കേൾക്കെ ഐറയുടെ കയ്യിൽ നിന്ന് ഫോൺ താഴേക്ക് വീണു. ബെഡിലേക്കായതുകൊണ്ട് ഫോൺ സേഫായിട്ടാണ് വീണത്. ഐറ ഞെട്ടലോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് നോക്കിയതും അവിടെ ഡോറിനോട് ചാരി കൈ മാറിൽ പിണച്ചു കെട്ടി നിൽക്കുന്ന ആദമിനെ കാണെ അവളുടെ കണ്ണൊന്ന് വിടർന്നു. ഐറ ഞെട്ടലോടെ ഷാസിനെ നോക്കി. പെട്ടെന്ന് ബോധമുദിച്ച പോലെ ഇത് ഗേൾസ് ഹോസ്റ്റലാണല്ലോ, ഈ മരടങ്ങോടൻ എങ്ങനെ ഇങ്ങോട്ട് കയറി എന്നാലോചിച്ചു ഓടിച്ചെന്നവൾ ഷാസിനെ തട്ടി മാറ്റി റൂമിൻ്റെ ഡോറ് ലോക്ക് ചെയ്തു. നീ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എൻ്റെ പെണ്ണിങ്ങനെ എന്നെ ഓർത്തിരിക്കുമ്പോൾ ഞാനെങ്ങനെയാ അവിടെ നിൽക്കുക? സോ ഞാൻ നിന്നെ കാണാൻ ഇവിടെ വരെ വന്നു. നീ എങ്ങനെ ഇങ്ങോട്ട് കയറിപ്പറ്റി? നിന്നെ ആരും കണ്ടില്ലല്ലോ അല്ലേ? ഐറയിൽ ടെൻഷൻ നിറഞ്ഞു. ഇല്ലടി പെണ്ണേ. ശ്വാസ ഐറയെ വലിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചതും അവൾ അവനെ നോക്കി ചുണ്ടു ചുളുക്കി.